ഒരു നോട്ടത്തിലൂടെ നമ്മുടെ ഉള്ളിലെ ആഴങ്ങളിൽ നിദ്ര കൊള്ളുന്ന പ്രകാശത്തെ തൊട്ടുണർത്താൻ കഴിയുന്നവർ. ഞാൻ മനസ്സിലാക്കിയ സതീശൻ അതാണ്. സംഗീതം അയാൾക്ക് ആത്മാവിൻ്റെ ഭാഷയാണ്. ഓരോ രാഗവും ഓരോ യാത്രയാണ്. പ്രണയം അയാൾക്ക് ഒരു നദി പോലെയാണ്. നിങ്ങൾ 6 മാസം ഒരുമിച്ച് താമസിച്ചവരല്ലേ? അതുകൊണ്ട് ചോദിച്ചതാ. നമ്മുടെ മോള് അവൾക്ക് ഇണങ്ങിയ ഒരാളെ കണ്ടെത്തി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയതിനു ശേഷം വലിയ തിരക്കിലാ. അറിയാലോ കേസുകളൊക്കെ. അങ്ങനെ ഈ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ജോലി പ്രവേശിച്ചത്. പിന്നെ സാറ് പറഞ്ഞ ശരിയാ, അവൻ ഒരുപാട് ജോലികൾ മാറി മാറി ചെയ്തു. അതിന് കാരണം അവൻ ജോലി ചെയ്ത ഓഫീസുകളിൽ നേരിടേണ്ടി വന്ന അൺബെയറബിൾ ഡിസ്ക്രിമിനേഷൻ. തൊലിവെടുത്ത പെണ്ണുകൾ കാണുമ്പോൾ ഒരിളക്കം തോന്നുന്നുണ്ടോ? നീ എന്താണ് ഈ പറയുന്നത്? ഫ്രഞ്ച് റെവല്യൂഷന്റെ സ്ലോഗൻ അറിയോ? നീ പറഞ്ഞത് എന്തൊക്കെ മനസ്സിലായി. നിന്നെക്കാൾ മുന്നേ ഡിഗ്രി എടുത്താണ് ഞാൻ. തുറന്നു വിടങ്ങട്. അമ്മച്ചിക്ക് വേറെ പണിയില്ലേ? ഇതിപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ചെറുപ്പത്തിലേക്കൊന്നും ജാനകിയമ്മ അത്രയ്ക്ക് ഇങ്ങോട്ട് പോണ്ടാട്ടോ. ആണുങ്ങളുടെ കരുത്തിന് മുന്നിലേ കീഴടങ്ങാത്ത ഏത് പെണ്ണാണ് സാറേ ഉള്ളത്? എനിക്കറിയാൻ പാടില്ല മുതൽ. നിങ്ങൾ ഇവിടെ കിടന്ന ഒച്ച വെച്ചിട്ട് ഒരു കാര്യമില്ല. വിശ്വാസവഞ്ചകനാണവൻ. അത്തരത്തിലൊരാളെ ജീവിത പങ്കാളിയായി കിട്ടാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. കെട്ടുപ്രായം കഴിഞ്ഞൊരു യുവാവിന്റെ ചാപല്യങ്ങൾ അങ്ങനെ കണ്ടാ പോരാ. അതിനെ അയാൾ സാധാരണക്കാരിൽ നിന്നൊന്നും കൈക്കൂലി വാങ്ങില്ല.